യൂട്യൂബ്, ടിക്ടോക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ ചെയ്യുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ഉപകരിക്കുന്ന ഒരു കിടിലൻ ആപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. മൈ നെയിം ഈസ് 𝗙𝗔𝗿, വെൽക്കം ടു മൈ ചാനൽ. പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് ആപ്പുകളിൽ ലഭിക്കുന്ന ഒട്ടുമിക്ക ഫീച്ചേഴ്സും ലഭിക്കുന്ന ഈ ആപ്പിൻ്റെ പേര് യൂകട്ട് എന്നാണ്. ആപ്പിൻ്റെ ബേസിക് വേർഷനിൽ നമുക്ക് 80% ഫീച്ചേഴ്സ് ലഭ്യമാണെങ്കിലും ഇതിൻ്റെ പ്രോ വേർഷൻ നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും നമുക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഈ ആപ്പിൽ നമുക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ വീഡിയോ എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. യൂകട്ട് ആപ്പിലെ പ്രധാന ഫീച്ചറുകളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് കടക്കാം. രണ്ട് വീഡിയോകൾ തമ്മിൽ എങ്ങനെയാണ് മെർജ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് യൂകട്ട് ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം, ഞാൻ ഓൾറെഡി ഇതിൽ അല്പം വീഡിയോസ് ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ക്ലിപ്പിലേക്ക് മറ്റൊരു വീഡിയോ കൂട്ടി യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം ഒരു താഴെ പ്ലസ് സിമ്പിൾ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ഈ ഒരു വിൻഡോയിൽ നമുക്കിവിടെ മുകളിൽ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒരു വീഡിയോ അതിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഈ വീഡിയോ സെലക്ട് ചെയ്താൽ മതി. ഈ വീഡിയോ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ആഡായി കഴിയും. നിങ്ങൾക്കിവിടെ താഴെ നോക്കിയാൽ കാണാം, ഇതെല്ലാം അങ്ങനെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ ക്ലിപ്പുകളാണ്. നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്താൽ മാത്രം മതി, വീഡിയോസ് തമ്മിൽ അത് മെർജായി കിട്ടും. അപ്പോൾ നമുക്കിതിൽ ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഇതേപോലെ ആഡ് ചെയ്യാം. നിങ്ങൾ യൂകട്ട് ആപ്പിൻ്റെ ബേസിക് വേർഷനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരേ സമയം 20 വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഫയലുകൾ മാത്രമേ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നിങ്ങൾ ഗാലറിയിൽ പോയിട്ട് 20 ഫയലുകൾ നിങ്ങൾക്ക് ഒരേ സമയം ഇതേപോലെ സെലക്ട് ചെയ്ത് യൂകട്ട് ആപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ബേസിക് വേർഷൻ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ആദ്യം 20 ഫയൽ സെലക്ട് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന ഫയൽ ഏതാണോ ആ ഫയലിൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങൾ ഇതേപോലെ ചെയ്തതിന് ശേഷം ഈ കേഴ്സർ കുറച്ച് ഇങ്ങോട്ട് നീക്കുക, എൻഡിലേക്ക് നീക്കിയിട്ട് വീണ്ടും ഈ പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഗാലറിയിൽ പോയിട്ട് ഫോട്ടോസോ വീഡിയോസോ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോ ട്രിം ചെയ്യുന്നതിനായിട്ട് നമുക്ക് രണ്ട് തരത്തിലുള്ള ഓപ്ഷനുകളുണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ഫയൽ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ നിന്ന് നമ്മൾ ഫയൽ ആഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇവിടെ ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പോർഷൻസ് മാത്രം ഇതേപോലെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫയൽ അതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഫയൽ ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നിങ്ങൾക്ക് ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഫയലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു മുകളിലൊരു മെസ്സേജ് ബോക്സ് വരും. ഈ ബാറിൽ നമ്മൾ ആദ്യം കാണുന്ന ട്രിം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്കിവിടെ ട്രിം ചെയ്യാനും കട്ട് ചെയ്യാനും അതേപോലെ ഫയൽ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കാനും ഇതിൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്. ഇതാണ് വീഡിയോ നമ്മൾ യൂകട്ടിൽ ട്രിം ചെയ്യുന്ന രീതി. യൂകട്ട് ആപ്പിൽ നമ്മൾ വോള്യൂം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് ഫയലാണോ വോള്യൂം അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് ആ ഫയലിൽ ഇതേപോലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മുകളിൽ കാണാം, ഈ കാണുന്ന ബാറിലാണ് നമ്മൾ വോള്യൂം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് മാക്സിമം വോള്യൂമാണ്. ഇത് നമ്മൾ ഈ എൻഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വീഡിയോ കംപ്ലീറ്റ്ലി മ്യൂട്ടാവും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു മാർക്കുണ്ട്. ആ മാർക്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഇപ്പോൾ നമ്മൾ ഈ ആപ്പിൽ ഓൾമോസ്റ്റ് ഉള്ള ഈ കാണുന്ന എല്ലാ ഫയലും ഒരേ സമയത്ത് നമുക്ക് മ്യൂട്ടാക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ അപ്ലൈ ടു ഓൾ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് വോള്യൂം കംപ്ലീറ്റ് മ്യൂട്ടാക്കണം എന്നില്ല, വോള്യൂം നമുക്ക് വേണമെങ്കിൽ മിഡിലാക്കിയിട്ട് നമുക്ക് ഈ ഓപ്ഷൻ ഇതേപോലെ സെലക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വോള്യൂം ഒരേ സമയം എല്ലാ ഫയലിൻ്റെയും വോള്യൂം നമുക്ക് ഇതേപോലെ മ്യൂട്ടാക്കാനും അതേപോലെ നമുക്ക് അൺമ്യൂട്ടാക്കാനും സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എത്രയാണോ വോള്യൂം ആവശ്യമുള്ളത് ആ വോള്യൂം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ യൂകട്ടിൽ വോള്യൂം അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതി. യൂകട്ടിൽ നമ്മൾ വീഡിയോയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, നമ്മൾ ഏത് ഫയലാണോ സ്പീഡ് മാറ്റം വരുത്തേണ്ടത് ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം വരുന്ന ഈ ഒരു വിൻഡോയിൽ നമുക്ക് കാണാം ഇവിടെ സ്പീഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലേക്ക് നീക്കിക്കഴിഞ്ഞാൽ സ്പീഡ് കൂടും. അതേപോലെ നമ്മൾ ഇടത്തോട്ട് നീക്കിക്കഴിഞ്ഞാൽ ഇത് സ്പീഡ് കുറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിൽ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് സ്പീഡ് കുറക്കാനും കൂട്ടാനൊക്കെ ഇതിൽ ഓപ്ഷൻസ് ഉണ്ട്.
Youcut ആപ്പിൽ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിലേക്ക് നമുക്ക് എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് കാണാം മ്യൂസിക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമുക്ക് ഇവിടെ ഇങ്ങനൊരു ഓപ്ഷനാണ് വരുന്നത്. ഇതിൽ നമുക്ക് നമ്മുടെ ഫോണിലുള്ള ഇവിടെ ഒരു ലോക്കൽ മ്യൂസിക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള കംപ്ലീറ്റ് MP3 നമുക്ക് ഇതേപോലെ കാണാനായിട്ട് സാധിക്കും. ഏത് MP3 ആണോ നിങ്ങൾക്ക് വേണ്ടത് ആ സോങ് നിങ്ങൾക്ക് ഇരുന്ന് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമുക്കിതിൽ Youcut ആപ്പിൻ്റെ തന്നെ കുറച്ചൊരു മ്യൂസിക് ഉണ്ട്. അവർ ആപ്പിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതേപോലെ മ്യൂസിക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമുക്ക് കുറേയധികം മ്യൂസിക് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് കുറച്ച് എഫക്ട്സ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അതായത് നമുക്ക് ആനിമൽസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരോ ആനിമലിൻ്റെ സൗണ്ട് നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഫ്രോഗ് സെലക്ട് ചെയ്യാമെന്ന് കരുതിക്കോ. ഫ്രോഗിൻ്റെ സൗണ്ട്. ഇനി മങ്കി, ഗോട്ട് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ. അപ്പോൾ നമുക്കിതിൽ ഓൾമോസ്റ്റ് എല്ലാ ആനിമലിൻ്റെയും സൗണ്ട് ഇതിലുണ്ട്. അപ്പോൾ നമുക്കങ്ങനെ എഫക്ട്സ് ഉണ്ട് അതിൽ, ആനിമൽസ്. പിന്നെ നമുക്ക് അപ്ലോസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് എല്ലാ തരത്തിലുള്ള സൗണ്ട് എഫക്ട്സ് നമുക്കിതിൽ കിട്ടും. ഇനി ഞാൻ എങ്ങനെയാണ് മ്യൂസിക് ആഡ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇത് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫോണിൻ്റെ ഉള്ളിലുള്ള MP3 സെലക്ട് ചെയ്യാം. അതല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഫയൽ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓപ്പൺ ഫ്രം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫോണിലുള്ള ഏത് ഫോൾഡറാണോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് അതിന് സെലക്ട് ചെയ്യാം. അത് മാത്രമല്ല, ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എക്സ്ട്രാക്റ്റ് ഓഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള വീഡിയോ ഫയലുകളിൽ നിന്ന് അതിൻ്റെ സൗണ്ട് മാത്രം നമുക്ക് എടുത്തിട്ട് നമ്മുടെ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒരു വീഡിയോ ഫയലിനെ ഓഡിയോ ഫയലായിട്ട് മാറ്റാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇതിൻ്റെ സൗണ്ട് മാത്രം എനിക്ക് ഇതേപോലെ താഴെ കാണുന്ന എക്സ്ട്രാക്റ്റ് സൗണ്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൗണ്ട് മാത്രം കിട്ടും. ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ഫയലിൻ്റെ ഓഡിയോ ആണിത്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമുക്ക് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന ഈ ആപ്പിൽ. അപ്പോൾ നമുക്കങ്ങനെ വീഡിയോ നിന്ന് ഓഡിയോയിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഏത് ഫയലാണോ ആവശ്യമുള്ളത് ആ ഫയൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഫയലിലേക്ക് ഒരു മ്യൂസിക് ആഡ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഒരു ഫയൽ എക്സാമ്പിളായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഇതൊരു മ്യൂസിക്കാണ്. ഞാൻ മ്യൂസിക് സെലക്ട് ചെയ്തു. മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കഴ്സർ ഇങ്ങോട്ട് നീക്കിയിട്ട് നടുവിൽ നിന്നോ അല്ലെങ്കിൽ എൻഡിൽ നിന്നൊക്കെ ആഡ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ യൂസ് എന്നുള്ള ബട്ടൺ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫയലിലേക്ക് ഈ മ്യൂസിക് ആഡ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി പ്ലേ ചെയ്യുമ്പോൾ മ്യൂസിക്കോട് കൂടിയാണ് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫയലിലേക്ക് Youcut ആപ്പിലേക്ക് ഒരു ഫയലിലേക്ക് മ്യൂസിക് ആഡ് ചെയ്യുന്ന വിധം ഇതാണ്. പിന്നെ നമുക്കിതിൽ മ്യൂസിക്കിൽ എഡിറ്റ് വരുത്തണമെങ്കിൽ മുകളിൽ നിങ്ങൾക്ക് ട്രിം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ വോള്യൂം അഡ്ജസ്റ്റ് ചെയ്യാം, ഫെയ്ഡ് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം, അങ്ങനെ ഒരുപാട് കോപ്പി ചെയ്യാം. ഇനി മ്യൂസിക് വേണ്ട എന്നാണെങ്കിൽ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് ഡിലീറ്റ് ആക്കുകയും ചെയ്യാം. വീഡിയോ റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പർട്ടിക്കുലർ ഫയൽ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ക്രോപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ക്രോപ്പ് ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി താഴെ കാണാം ഡിഫറെൻറ്റ് വീഡിയോ റേഷ്യോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏത് റേഷ്യോ ആണോ വേണ്ടത് ആ റേഷ്യോ നിങ്ങൾക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. നിങ്ങൾ സെലക്ട് ചെയ്യുന്ന റേഷ്യോ അനുസരിച്ച് വീഡിയോ ഫയൽ ഇതേപോലെ മാറ്റങ്ങൾ വരും. അപ്പോൾ ഇതാണ് നമ്മൾ വീഡിയോ റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. വീഡിയോക്ക് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ആഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഫയൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫയൽ സെലക്ട് ചെയ്യേണ്ട കാര്യമില്ല, അതിന് മുമ്പ് തന്നെ നമുക്കിവിടെ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള എഫക്ട്സ് ഇതിൽ അവൈലബിൾ ആണ്. ആ എഫക്ട്സിൽ നമ്മൾ ഇതേപോലെ ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്യുന്നതോടുകൂടി ഇതിലേക്ക് കളേഴ്സ് ഇതേപോലെ ആഡായി കിട്ടും. ഇനി ആ കളർ വേണ്ട എന്നാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബാക്കോട്ട് വന്നിട്ട് ഇവിടെ ഒരു എറേസർ പോലൊരു ഇത് കാണാം. ഇതിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ ആ കളറ് മാറി കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്.
നിങ്ങൾ പ്രോ വേർഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് 100% യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. വീഡിയോയിലേക്ക് സബ് ടൈറ്റിൽസ് ആഡ് ചെയ്യുന്നതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ മുകളിൽ കാണാം ടെക്സ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോവുക. ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് ഇതിവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് വലിപ്പം വലുതാക്കാനും ചെറുതാക്കാനും ഒക്കെ സാധിക്കും. അതേപോലെ തന്നെ ഇതിൽ താഴെ നമുക്ക് കളേഴ്സൊക്കെ ചേഞ്ച് ചെയ്യാം. പിന്നെ നമുക്ക് ഫോണ്ട് സൈസ് സെലക്ട് ചെയ്യാം. അതേപോലെ നമുക്കിതിൽ നമ്മുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ലെങ്ത്തും വിഡ്ത്തും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ വീഡിയോയിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ്. വീഡിയോ കോപ്പി ചെയ്യുന്നതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫയൽ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ നമുക്കിവിടെ കോപ്പി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ നിങ്ങൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള ആ പെർട്ടിക്കുലർ ഫയൽ കോപ്പി ചെയ്തിട്ട് അതിൻ്റെ രണ്ടാമതൊരു കോപ്പി നമ്മൾ ഈ ലൈനിൽ തന്നെ ആഡായിട്ട് വരും. നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയിലേക്ക് നമുക്ക് ഓഡിയോ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് ഫയലിലാണോ ഓഡിയോസ് ആഡ് ചെയ്യേണ്ടത് ആ ഫയൽ നമ്മൾ ഇതേപോലെ കേഴ്സർ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഏത് ഫയലാണോ അവിടെ കേഴ്സർ വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കാണാം റെക്കോർഡ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അതിൽ നമ്മൾ പ്രസ് ചെയ്യാം. ഇതിൽ പ്രസ് ചെയ്യുന്നതോടുകൂടി നമ്മൾ പറയുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ളൊരു ബട്ടൺ നമുക്കൊരു ഓപ്ഷനായിട്ട് വരും. ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഇപ്പം റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മൾ ഓഡിയോ ആഡ് ചെയ്യുന്ന രീതി. ഇപ്പോൾ ഈ കാണുന്ന റെഡ് കാണുന്ന ഏരിയയിലൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് അതിൽ റെക്കോർഡായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓഡിയോ ആഡ് ചെയ്യുന്ന രീതി. ഇനി ഓഡിയോ നിങ്ങൾക്ക് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബട്ടൺ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അത് സേവ് ചെയ്യാതെ നിങ്ങൾക്ക് എക്സിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. യൂക്കട്ട് ആപ്പിനെ കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.